നമസ്കാരം ഗുരുജി. നമസ്കാരം. ഇന്ന് നമുക്ക് ചോദ്യങ്ങളായിട്ട് അല്ല ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരി. അങ്ങയുടെ വലിയച്ഛൻ കുറേ ജീവിതത്തിൽ ഉപകരിക്കുന്ന കുറേ കാര്യങ്ങൾ, ഒറ്റ ലൈനുള്ള കുറേ തോട്ട്സ് നമുക്ക് ചിന്തിച്ച് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ബ്രഹ്മലോകത്ത് വരുന്ന അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ താങ്കളിത് പറയാറുണ്ട്, വെല്ലിച്ചൻ പറഞ്ഞു തന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ലൈഫ് പ്രിൻസിപ്പിൾസ്, വെല്ലിച്ചൻ പറഞ്ഞു തന്ന ലൈഫ് പ്രിൻസിപ്പിൾസ്? അതെല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നവരൊക്കെ, ഇത് കേൾക്കണവരൊക്കെ അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഒരു ജീവിതം ജീവിക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് പറഞ്ഞു തന്നാൽ എല്ലാവർക്കും വളരെ ഒരു ഉപകാരമായിരിക്കും, ഒരു ഭയങ്കര നോളജ് ആയിരിക്കും അത്. അപ്പോൾ അതൊന്ന് പറഞ്ഞുതരും, എന്തൊക്കെയാണ് ആ ലൈഫ് പ്രിൻസിപ്പിൾസ് മൂപ്പര് പറഞ്ഞു തന്നെ എന്നുള്ളതൊന്ന് പറഞ്ഞുതരും. തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണത്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു 6-7 വയസ്സൊക്കെ ആയപ്പോൾ മുതലേ തുടങ്ങി എൻ്റെ വലിയച്ഛൻ പല പല കഥകളും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ദേവി ഭാഗവതം അങ്ങനെ പല പുരാണങ്ങളിൽ നിന്നുള്ള കഥകളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുകയും അത് കൂടുതലും നമ്മളെ സന്തോഷിപ്പിക്കാനും പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആയിരിക്കാം അതായത് മനസ്സിലുള്ള അന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ പ്രായമായപ്പോൾ അതൊക്കെ വളരെ വലിയ അറിവാണെന്ന് എനിക്ക് തോന്നി. ഞാൻ 15-16 വയസ്സൊക്കെ പിന്നെ ഇതിനെപ്പറ്റി ഞാൻ ചിന്തിക്കും, ഇതെന്താണ് ഓരോന്നും എടുത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഓരോ വലിയച്ഛൻ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും എടുത്തിട്ട് ഓരോ പോയിന്റും എടുത്ത് ഞാൻ ചിന്തിക്കും. ചിന്തിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം നല്ലതാണല്ലോ, ഇതിലൊന്നും എനിക്ക് തള്ളിക്കളയാൻ ഇല്ല. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒരു പോയിന്റ്സ് ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പോയിന്റ്സ് മറന്നു പോകും. ഓക്കെ. അപ്പോൾ അതിൽ ഒരു കാര്യം, ആഹാരത്തിൻ്റെ രുചി നമ്മുടെ ത്രോട്ട്, അതായത് കണ്ഠം വരെ മാത്രമേ ഉള്ളൂ, അതിന് താഴോട്ടില്ല. ഓക്കെ. വലിയച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് ആഹാരം കഴിച്ചാലും ഏത് കറി നമ്മൾ കഴിച്ചാലും ചിലപ്പോൾ ഒരു ഉപ്പൽപ്പം കൂടിയതിനകത്ത് ഒന്നും ഖേദിക്കേണ്ട ആവശ്യമില്ല. അല്പം തൈരോ അല്ലെങ്കിൽ അല്പം വെള്ളമോ എടുത്ത് അതൊന്ന് ലൂസാക്കി അതങ്ങ് കഴിക്കണം. ഇനി ഉപ്പ് കുറഞ്ഞു പോയി, ഉപ്പിടണം. അപ്പോൾ ഇതിന് വലിയച്ഛൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇതൊന്നും ചെയ്യാതെ പല ആൾക്കാരും ഫുഡ് എടുത്ത് എറിയുക, മേശപ്പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ജോലിക്കാരിയെ വഴക്ക് പറയുക. അപ്പോൾ ഇത് വലിയച്ഛൻ പറഞ്ഞു, എത്രയോ പാടുപെട്ടിട്ടായിരിക്കാം അവർ ഈ ഫുഡ് നമ്മുടെ മേശപ്പുറത്ത് കൊണ്ടുവരുന്നത്. എന്തെല്ലാം, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് AC ഇല്ല, ഫാനില്ല, ഒന്നുമില്ലല്ലോ. നമ്മുടെ കിച്ചണിൽ നിന്ന് ഇതെല്ലാം ചെയ്യുകയല്ലേ അവർ. അപ്പോൾ അത്ര പാടുപെട്ട് വിയർത്തൊലിച്ച് ഇതെല്ലാം കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഒന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വഴക്കുണ്ടാക്കും. അപ്പോൾ വലിയച്ഛൻ പറഞ്ഞ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഫുഡെന്ന് പറയുക, ആഹാരം എന്ന് പറയുന്നത് നമ്മൾ രുചി വേണം, എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഇത് നമുക്ക് ജീവിക്കാനുള്ള ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാമഗ്രിയാണ് ആഹാരം എന്ന് പറയുന്നത്. അതൊരു ദൈവിക ഇതായിട്ടൊരു ഫുഡ്, ദൈവം തന്ന ആഹാരമായിട്ട് കഴിച്ച് നമ്മൾ തൃപ്തിയോടെ അങ്ങ് പോകണം. അതിനെ എനർജി ആയിട്ട് നമ്മൾ കാണണം, അല്ലാതെ ടേസ്റ്റിനുള്ള ഒരു കാര്യമായിട്ട് മാത്രം അല്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, കളയില്ലാത്തത് വളം, കളവില്ലാത്തത് ധനം. അപ്പോൾ കളയില്ലാത്തത് വളമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒപ്പരിങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നു. ഓക്കെ. നമ്മൾ ആ നമ്മുടെ കൃഷിക്ക് നമ്മൾ വളമിടുന്നു, വെള്ളമൊഴിക്കുന്നു. ഇത് പലപ്പോഴും അതിനകത്തുള്ള കള, വീഡ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ദ വീഡ്സ് വിൽ ടേക്ക് ഇറ്റ്. നമ്മൾ ഇടുന്ന വളവും ഇതുമെല്ലാം ദ വീഡ്സ് വിൽ ടേക്ക് ഇറ്റ്. നമ്മുടെ കൃഷിക്ക് അത് കിട്ടാതെ പോകുന്നു. മാത്രമല്ല, നമ്മുടെ എല്ലാ കൃഷി സ്ഥലങ്ങളിലും, അതായത് അവിടെ തന്നെ ഒരു വളമുണ്ട്. വർഷങ്ങളായി ഇലകൾ കരിഞ്ഞ് അത് നമ്മൾ പറയത്തില്ലേ, അത് ഉണങ്ങി അല്ലെങ്കിൽ പഴുത്ത് അതിനോട് ചേർന്ന് മണ്ണിനോട് ചേർന്ന് അതും ഒരു വളമാണ്. അപ്പോൾ ആ വളമെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് പലപ്പോഴും ഈ വീഡ്സാണ്, കളയാണ്. നമ്മൾ കള ചെറുപ്പത്തിലെ അതിനെ നുള്ളിക്കളയണമെന്നാണ് പറയുന്നത്. അത് മുളച്ച് വരുമ്പോഴേ അതിനെ അങ്ങ് എടുത്ത് കളയണം. അപ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന രീതിയിൽ നമുക്ക് വിളവുകൾ കിട്ടും നമ്മുടെ കൃഷി ഇടങ്ങളിൽ നിന്നും. മനസ്സിലായി. ഓക്കെ. അടുത്തത്, ഇതൊരു വളരെ രസകരമായ ഒരു കാര്യമാണ്. ദൈവത്തെ കാണാൻ എന്താണ് എളുപ്പമാർഗം? പലരും ചോദിക്കുന്ന കാര്യം, ദൈവത്തിനെ വിളിക്കുന്ന ദൈവം കാണാൻ പറ്റുന്നില്ലോ, അമ്പലങ്ങളിൽ ദൈവമുണ്ടോ? അപ്പോൾ വലിയച്ഛൻ പറയും, ദൈവത്തെ കാണാൻ ഏറ്റവും എളുപ്പം ഒരു മാർഗമുണ്ട്. അതായത്
നമ്മുടെ അമ്മ അച്ഛനിൽ നിന്ന് തുടങ്ങുക. നമ്മുടെ മുമ്പിലുള്ള കൺകണ്ട ദൈവം എന്ന് പറയുന്ന അവരാണ്. അതെ. നമുക്ക് കാണാൻ പറ്റാത്ത ദൈവത്തെക്കാട്ടിൽ കാണാൻ പറ്റുന്ന ദൈവമാണ് അമ്മയും അച്ഛനും. അതെ. കാര്യം അവരാണ് നമുക്ക് ജന്മം തന്നത്. അമ്മയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ കാര്യം വലിച്ചൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ 8-10 മാസം ചുമന്ന് എത്രയോ കഷ്ടപ്പെട്ട് ഛർദിലും വേദനയും എല്ലാം കഴിഞ്ഞ് പ്രസവ വേദനയും എല്ലാം അനുഭവിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. പ്രസവിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയോ? അതിനെ നായ് നരികളിൽ നിന്നും രക്ഷിക്കണ്ടേ? അതെ. അതെല്ലാം ചെയ്യുന്നത് അമ്മയാണ്, അച്ഛനുമാണ്. രണ്ടുപേരും ഉണ്ടെന്ന് വെച്ചോളൂ. കൂടുതൽ സ്ഥാനം തന്നെ അച്ഛൻ അന്നും കൊടുത്തിരിക്കുന്നത്, വലിയ കൊടുത്തിരിക്കുന്നത് അമ്മയ്ക്ക് തന്നെയാണ്. എന്നോട് എടുത്തു പറഞ്ഞു, ആ സ്ഥാനം അച്ഛന്മാർക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ ജോലി ചെയ്യും, വെളിയിൽ പോയി ജോലി ചെയ്യും, കാശ് കൊണ്ടുവരും, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ വീട്ടുകാര്യങ്ങൾ നോക്കി കുഞ്ഞുങ്ങളെ വളർത്തി നോക്കി അമ്മ തന്നെയാണ് അന്നും ഇന്നും. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ദൈവത്തെ, അതായത് അമ്മയുടെ അമ്മ, അമ്മയുടെ അച്ഛൻ, അതുപോലെ അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ അച്ഛൻ, ഇങ്ങനെ നമ്മൾ 7 പടികൾ കയറുകയാണെങ്കിൽ നമ്മളൊരു സ്ഥലത്തില്ല. അതായത് നമ്മുടെ വിശ്വാസത്തിൽ, ഭാരതീയ വിശ്വാസത്തിൽ മനു ശത്രുപ, നമ്മുടെ ആദിപിത ആദിമാത. വെസ്റ്റേൺ ഇതിൽ പറഞ്ഞാൽ ആദം ഈവ്, ആദം ഹവ്വ, നമ്മൾ അവിടെ എത്തും. അവരെ സൃഷ്ടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തി വേണമല്ലോ. ആ ശക്തിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ദൈവം. നമ്മുടെ ഇതിൽ പറയുന്നത് ബ്രഹ്മ, ഒരേ ഒരു ശക്തിയാണ് ഒരു ദൈവം. അതിന് ചിലർ എനർജി എന്ന് പറയും, എന്ത് വേണം. അത് എൻ്റെ ഭാഷ്യമാണത്, വല്യച്ഛൻ്റെ ഭാഷ്യമല്ല പറയും. പക്ഷേ നമ്മൾ ദൈവത്തെ കണ്ടല്ലോ. അതെ. അപ്പോൾ ഇത് ഓരോരുത്തരും ഇത് ഫോളോ ചെയ്താൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ദൈവത്തിനെ കാണാം. അടുത്തത്, കടം ഇല്ലാത്തത് ധനം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ പണക്കാരനായാലും, കോടീശ്വരൻ അല്ലെ കോടീശ്വരനായാൽ തന്നെ 1 രൂപ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അയാൾ ധനികനല്ല. കാരണം കടക്കാരനാണ്, കടമുള്ളവനാണ്. അതുകൊണ്ട് വല്യച്ഛൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, കടം മേടിക്കാൻ ചില സമയത്ത് നമ്മൾ കടം ഞാനും മേടിച്ചിട്ടുണ്ട് കടം. ഞാൻ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് വേണ്ടി വരുന്നുണ്ട്. പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ അറിവുള്ളത് കൊണ്ട് അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കുന്നുവോ, അത് തിരിച്ചു കൊടുക്കുന്നത് വരെ എനിക്ക് ശരിയായിട്ട് ഉറക്കം വരില്ല. ഞാൻ കാര്യമായിട്ട് ഇന്നും അങ്ങനെയാണ്. ഇന്നെനിക്കിപ്പോൾ ഞാൻ കടമൊന്നുമില്ല, ഞാൻ ഒരു കടം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെങ്കിൽ കടം മേടിച്ചിട്ട സമയത്തും എനിക്ക് എൻ്റെ മനസ്സിലതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കണം. അല്ലാതെ കാശ് കിട്ടിയാൽ കിട്ടുന്ന കാശെടുത്ത് അങ്ങ് വേറെ കാര്യത്തിന് നമ്മുടെ സുഖസൗകര്യത്തിന് ഉപയോഗിക്കാനോ. ഞാൻ പറയും, 3 നേരം ആഹാരം കഴിക്കുന്ന ഒരാൾ 2 നേരമേ കഴിച്ചുള്ളൂ, 1 നേരമേ കഴിച്ചുള്ളൂ, ഒരു പ്രശ്നവുമില്ല. ആ കാശ് സ്വരൂപിച്ച് കടം വീട്ടുക. ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് ആഹാരം 1 നേരം കിട്ടിയാലും മതി, ഇനി 1 ദിവസം കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നമ്മുടെ സംതൃപ്തിയായിട്ട് നമുക്ക് നടക്കണം, മനസമാധാനമായിട്ട് ജീവിക്കണം. അതിന് കടം ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ. അതെ. ധനസമ്പാദന ശീലം, അതായത് നമ്മൾ വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയത്തില്ലേ, അത് വല്യച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളിന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ തരുന്ന 1 പൈസ, 2 പൈസ, 5 പൈസ ഒക്കെ പറയുന്നത് വലിയ എമൗണ്ടാണ്, മനസ്സിലായി. പക്ഷേ അത് ഒരു കോയിനാണ്. 1 പൈസ എന്നൊരു കോയിനാണ്. അത് ചിലപ്പോൾ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ കുടുക്ക എന്നാ പറയുക, കുടുക്ക, മൺകുടുക്ക, അത് വീട്ടിൽ മേടിച്ച് വെക്കും. അപ്പോൾ 2 പൈസ തന്നാൽ 1 പൈസ ഞാൻ അതിനകത്ത്. ഞാനങ്ങനെ ഒരു ശീലം, ഇതൊക്കെ വല്യച്ഛൻ പറഞ്ഞു തന്നുകൊണ്ട് കേട്ടോ, നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ആക്കി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ്. അത് കുറച്ച് ഒരു പക്ഷെങ്കിൽ മാസങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോൾ അത് നിറയും. അതെടുക്കുമ്പോൾ കാണും നല്ലൊരു എമൗണ്ട് വരും. നമുക്ക് അതുകൊണ്ട് പല കാര്യങ്ങളും നേടാം, വലിയ കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ ആ ശീലം ഞാൻ കൊച്ചിലേ മുതലേ വളർത്തിയിട്ടുണ്ട്. ഞാൻ വലുതായപ്പോഴും ഞാൻ എൻ്റെ ഭാര്യയോടും മക്കളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലവായിക്കോളൂ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, റെസ്റ്റോറൻറ്റിൽ പോകും, ആഹാരം കഴിക്കും, നമുക്കിതെല്ലാം ചെയ്യണം. പക്ഷെങ്കിൽ അതിൻ്റെ കൂടെ അതിൻ്റെ 1% ഞാനിപ്പോഴും ഒരു 10% നമ്മൾ ചിലവാക്കുന്നുണ്ട്. ഓക്കെ, അത് ചെറുപ്പം മുതലേ നമ്മളൊരു FD, ഒരു ബാങ്കിൽ FD ഇടുക. ഓക്കെ, ഇനി ബാങ്ക് ഇല്ലാത്തടത്താണ് ഞാനിതുപോലെ പറഞ്ഞ വഞ്ചിപ്പെട്ടി വെച്ച് അതിനകത്തിടുക. ഞാൻ പറയട്ടെ, അത് നമുക്കൊരു സമയമാകുമ്പോൾ നമുക്ക് വളരെയധികം ഉപകരിക്കും. ബാങ്കിലൊക്കെ ആണെങ്കിൽ അന്ന് എൻ്റെ ചെറുപ്പം, എനിക്കൊരു 10-20 വയസ്സൊക്കെ ആയപ്പം മുതൽ നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് ഡബിൾ ആകുമായിരുന്നു എമൗണ്ട്. 5 വർഷം കൊണ്ട്, അതായത് 1000 രൂപ ഇട്ടാൽ 2000 ആകും 5 വർഷം കഴിയുമ്പോൾ. അടുത്ത 5 വർഷം കൊണ്ട് 2000 4000 ആകും. അടുത്ത 5 വർഷം 4000 8000 ആകും.
അടുത്ത 5 വർഷം കഴിയുമ്പോൾ 8,000 16,000 ആകും. അങ്ങനെ നമ്മൾ ഇമാജിൻ ഒരു 10,000 രൂപ ഒരാൾ ഇന്ന് തന്നെ തുടങ്ങുകയാണെന്ന് വെച്ചു, 10,000 റുപ്പീസ് ഒരാൾ ബാങ്കിൽ FD ഇടുകയാണ്. ഇപ്പോൾ സമയം എടുക്കും, ഒരു 7-8 വർഷമൊക്കെ എടുക്കും. ഇപ്പോൾ അത് ഡബിളായി കിട്ടാൻ ഫൈൻ, 10 വർഷം എടുക്കട്ടെ, നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. അല്ലേ? ബാങ്ക് തന്നെ അത് പണിയെടുത്ത് അവർ തന്നെ നമുക്ക് അത് ഡബിളാക്കി തരികയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞ് പിറന്നാൽ, ഞാൻ പറയാം, ഒരു 10,000 രൂപ ഒരാൾ ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ കുഞ്ഞിൻ്റെ പേരിൽ ഒരു FD ഇട്ടെന്ന് വെച്ചോളൂ. ആ കുഞ്ഞിനൊരു 40 വയസ്സ് 40-50 വയസ്സൊക്കെ ആകുമ്പോൾ അതൊരു നല്ലൊരു എമൗണ്ടാണ്. അതെ, ഞാൻ പറയും ചില കുഞ്ഞ് നമ്മളെ ഓർക്കും, കുഞ്ഞ് നമ്മളെ ഓർക്കാനല്ല ചെയ്യുന്നത്, പക്ഷേ കുഞ്ഞിനന്ന് ആ സമയത്ത് എത്ര കാശുണ്ടെങ്കിലും ശരി, എൻ്റെ അച്ഛൻ അല്ലെ എൻ്റെ മുത്തച്ഛൻ ചെയ്ത ഒരു സംഭാവനയാണ്, എനിക്ക് തന്ന ഒരു ഇതാണ്, അതും നല്ല കാര്യം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പാലിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയരുത്. ഇത് നമ്മൾ പലരിലും കാണുന്ന ഒരു ശീലമാണ്. അവനവൻ്റെ കുറ്റം കാണത്തില്ല, മറ്റുള്ളവരുടെ കുറ്റം കാണും. ഇതൊരിക്കലും ഒരു നല്ല ശീലമല്ല. മറ്റുള്ളവരുടെ കുറ്റം എന്തിനാ നമ്മൾ കാണും? ഞാൻ എപ്പോഴും പറയും, അതായത് ഈ ഒരാൾ തെറ്റ് ചെയ്തെന്ന് വെച്ചു, തെറ്റ് ചെയ്യാത്ത ആൾക്കാരില്ല ഈ ലോകത്ത്. ഈ ലോകത്ത് വന്ന് മനുഷ്യനായി പിറന്ന് മരിച്ചു പോകുന്ന ഏതൊരു വ്യക്തിയും, ജീവിച്ച് മരിച്ചു പോകുന്ന ഏതൊരു വ്യക്തിയും തെറ്റുകൾ ചെയ്യുന്നു. ഈ തെറ്റും ശരിയും തന്നെ എന്താണ്? ഇപ്പം അങ്ങക്ക് തോന്നുന്ന ഒരു കാര്യം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എനിക്ക് ശരിയെന്ന് തോന്നണമെന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നു അങ്ങക്കും ശരിയെന്ന് തോന്നണമെന്നില്ല. അപ്പം തെറ്റും ശരിയൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരിൽ ഇപ്പോൾ ഈ നമ്മുടെ ആദ്യകാലത്തെ ഒരു ശിക്ഷാവിധി ഉണ്ടായിരുന്നു. അതായത് ഒരാൾ കുറ്റം ചെയ്താൽ എങ്ങനെയാണ് അയാളെ ശിക്ഷിക്കുക. അപ്പോൾ വിചാരണ നടത്തുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഈ കുറ്റവാളി ഇപ്പോൾ ഒരു കൊലക്കുറ്റം ചെയ്ത ഒരാളെന്ന് വെച്ചോളൂ, അതിനൊക്കെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ ഇതൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ടത് ചെയ്തു വെളിപ്പെടുത്തണം. എന്നിട്ട് അയാളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് വിചാരണ കോടതി അല്ലെ വില്ലേജ് പഞ്ചായത്ത് എന്ന് വെച്ചോളൂ, അവർ ചോദിക്കുകയാണ്, ഇദ്ദേഹം ഇന്ന് വരെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ ആൾക്കാരെന്ന് പറയണം. നല്ല കാര്യം ചെയ്യാത്തവരാരുമില്ല. എത്ര മോഷണവും പിടിച്ചു പറിക്കാരും അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ നല്ല കാര്യങ്ങൾ ചെയ്ത് അതെല്ലാം കേട്ടിട്ടാണ് പറയുന്നത്, ഇത്രയും നല്ല കാര്യം ചെയ്ത ഒരാളിലെ നമ്മൾ ക്രൂശിക്കണോ? നമുക്ക് അയാൾക്ക് ഒരു ഇളവ് കൊടുത്തുകൂടി? അപ്പോൾ അയാളെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യാതെ അയാൾക്കൊരു സമയം ഒരു ഇത് കൊടുക്കുകയാണ്, തിരുത്താൻ. ഇതാണ് തിരുത്തൽ എന്ന് പറയുന്നത്. ഇതാണ് നല്ല രീതി. ഞാനിതിനെപ്പറ്റി വളരെയധികം ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ജീവിതം മുമ്പോട്ട് നയിച്ചു പോകാൻ. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഓക്കെ. പുതിയ സ്ഥലത്ത് പോയാൽ അവിടുത്തെ സാഹചര്യങ്ങളുമായി നമ്മൾ ഒത്തുചേരണം. നമ്മളെവിടെ ചെന്നാൽ, നമ്മളൊരിടത്ത് ഒരു വീട്ടിൽ പോയി, നമ്മുടെ സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധുവിൻ്റെ ഒരു വീട്ടിൽ പോയി, അവിടെ ചെന്നിട്ട് നമ്മൾ ഒരിക്കലും പറയരുത്, അയ്യോ ഈ ചെയർ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, ഇതിങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, കയറി വരുന്നിടത്തൊരു വൃത്തിയില്ലല്ലോ. നമ്മളവിടെ പോയി അവിടെ തിരുത്താനല്ല നമ്മൾ പോകുന്നത്. അവർക്ക് ഒരു പക്ഷെങ്കിൽ അവരുടെ പല സാഹചര്യങ്ങളും കാണും, എന്തുകൊണ്ടത് കിടക്കും നമുക്കറിയത്തില്ല. ചിലപ്പോൾ അവിടുത്തെ അച്ഛനോ അമ്മയ്ക്കോ സുഖമില്ലായിരിക്കാം, ജോലിക്കാരെ കിട്ടാതിരിക്കാൻ, പണമുള്ളവരാണ്, ഇതെല്ലാം കാരണങ്ങളുണ്ടാകാം. നമ്മളിതൊന്നും അറിയത്തില്ല. നമ്മളങ്ങോട്ട് ചെന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ പലരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. ചുമ്മാ അങ്ങോട്ട് കയറി ചെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചങ്ങ് പറയും. അതിൽ നല്ലത് നമ്മളവിടെ ചെന്നാൽ അവിടുത്തെ എന്താണ് സാഹചര്യം എന്ന് വെച്ചാൽ അത് ചേർന്ന് വളരെ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് അവിടുന്ന് പോവുക. ഞാനിതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില വീട്ടിൽ ചെല്ലുമ്പം അവർക്കൊന്നും നമുക്ക് തരാനുണ്ടാവില്ല, നോ പ്രോബ്ലം, അത് അവരുടേതായ സാഹചര്യങ്ങൾ കാണും. ഇനി തന്നാലോ അത് സന്തോഷമായിട്ട് എന്ത് തന്നെ ആയാലും ശരി, ഒരു ഗ്ലാസ് വെള്ളമാണ്, വളരെ സന്തോഷം, വളരെ ദൈവം നന്നായിട്ട് കരുതി കഴിച്ച് നമ്മളങ്ങ് പോകണം. അല്ല അതിനൊന്നും കുറ്റം കണ്ടുപിടിച്ച് ഒരിക്കലും പോകാൻ പാടില്ല. അതുപോലെ നമ്മൾ ഇവിടെ ചെന്നാലും നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. അതായത് നമ്മൾ പറയത്തില്ലേ, ഒളിച്ചും പതുങ്ങിയും എങ്ങും പോകരുത്. റൂമിലേക്ക് കയറി വന്നാൽ നോക്ക് ചെയ്തിട്ട് അറിയിച്ചിട്ട് തന്നെ പോകണം. അത് ഭാര്യയും ഭർത്താവും ആയാലും കുഞ്ഞുങ്ങളുള്ള റൂമിലായാലും ശരി. കാര്യം ചിലപ്പോൾ പേടിച്ചു പോകും ആൾക്കാർ, നമ്മളറിയാതെ ഒന്നും അറിയിക്കാതെ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവരുടെ ചിന്ത വേറെയാണ്. പെട്ടെന്ന് ഒരാൾ അവിടെ കയറി കാണുമ്പോൾ ചിലപ്പോൾ അവർ പേടിച്ചു പോകും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊന്ന് അറിയിച്ചിട്ട് ഒരു നോക്ക് ചെയ്താൽ മതി. ഒരു പറച്ചിലും ഇല്ലേ, തട്ടുകൾ തുറക്കപ്പെടും. ശരിയല്ലേ? നമ്മൾ ലോക്ക് ഇറ്റ് വിൽ ബി ഓപ്പൺ എന്നൊരു പറച്ചിലില്ലേ? യെസ്. അപ്പോൾ അതൊക്കെ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളാണ്. അതെ.
പിന്നെ രാത്രിയിൽ വീട്ടിലും ഉം. പകൽ കാട്ടിലും രഹസ്യം പറയരുത്. ഉം. ചിന്തിച്ച് നോക്കണം. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ രാത്രിയിൽ വീട്ടിൽ നമ്മൾ ഇരുന്ന് രഹസ്യം പറഞ്ഞാൽ ആരെങ്കിലും അടുത്ത് നിന്ന് ഒളിഞ്ഞ് രഹസ്യം പറയുന്ന ആരും കേൾക്കാതിരിക്കാനാണല്ലോ. അതെ അതെ. ആരെങ്കിലും ഒളിഞ്ഞ് നിന്ന് കേട്ടാൽ നമ്മൾ അറിയത്തില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. അതെ. പതിയെ ആരെങ്കിലും വന്ന് നിന്നാൽ. അതുപോലെയാണ് പകൽ കാട്ടിലും. കാട് ബുഷി ഏരിയ ആണ്. നമ്മളവിടെ നിൽക്കുമ്പോൾ അടുത്ത ഉള്ള മരത്തിൻ്റെയോ ചെടിയുടെയോ കൂട്ടിൽ ആരെങ്കിലും ഇരുന്നു ഒട്ട് കേൾക്കുകയാണെന്ന് വെച്ചോളൂ, രഹസ്യം കൊണ്ട് പ്രയോജനമില്ലാതെ പോകത്തില്ല. അതെ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് രാത്രി വീട്ടിലും പകൽ കാട്ടിലും രഹസ്യങ്ങൾ പറയരുത്. പിന്നെ അതുപോലെ തന്നെ രഹസ്യങ്ങൾ ഒളിച്ചു നിന്ന് കേൾക്കുകയും വരുത്. ഇതും പറഞ്ഞിട്ടുണ്ട്. വേറൊരാൾ രഹസ്യം പറയുന്നത് എന്തിനാണ്? നമ്മൾ മറ്റാരും കേൾക്കാതിരിക്കാറില്ലേ? അതെ. അതിനാണ് നമ്മൾ ഒളിച്ചു നിന്ന് കേൾക്കുന്നത്. ഒളിച്ചു നിന്ന് കേട്ടാൽ തന്നെ ചിലപ്പോൾ അത് കാര്യം അവർ പറയുന്നതെല്ലാം നമുക്ക് മനസ്സിലാവണമെന്നില്ല. അതെ. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗമാണ് കേൾക്കുന്നത്. അതെ. ശരിയല്ലേ? അതൊരിക്കലും ശരിയാവണമെന്നില്ല. അതെ. അതുകൊണ്ട് കേൾക്കാനേ പോകരുത്. അവർ രഹസ്യം പറഞ്ഞോട്ടെ, അത് അവരുടെ കാര്യം. അതെ. അതുപോലെ പ്രേതം, ഭൂതം, പിശാച്, മാടൻ, മറുത ഇതെല്ലാം മനുഷ്യൻ തന്നെയാണെന്നാണ് വലിയച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കൊച്ചിൽ എനിക്കൊക്കെ 5-6 വയസ്സൊക്കെ ആകുമ്പം വെളിയിലൊന്നും നമുക്ക് അപ്പോഴുള്ള ഒരുമാതിരി അറിവ്, വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഒരു 4 മണി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടും കാര്യം, എല്ലാം കാടല്ലേ, വീട് ചുറ്റും കാടാണല്ലോ, ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അന്നൊക്കെ ചില ഇത് പറഞ്ഞു വരുത്തുകയാണ് നാട്ടിൽ. രാത്രി ഒരു 9 മണി 10 മണിക്കൊക്കെ വെളിയിറങ്ങിയാൽ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ പോയാൽ മാടൻ അടിക്കും, പ്രേതം വരും, പിശാചി വരും, ഞെക്കിക്കൊല്ലും, അടിച്ച് കൊന്നിട്ടുമുണ്ട് ആൾക്കാരെ. അയ്യോ, റോഡിൽ. അപ്പോൾ ഇതിന് വല്യച്ഛൻ പറഞ്ഞ മറുപടി, ഇത് കുഞ്ഞെ, ഇത് മാടനും മറുതിയൊന്നും അല്ല, ഇത് മനുഷ്യൻ തന്നെയാണ്. അതിൽ ചില മോഷ്ടാക്കൾ, അവർക്ക് മോഷ്ടിക്കാൻ പോകണം, അവരതിനെന്ത് ചെയ്യും? ഇതെല്ലാം പറഞ്ഞങ്ങ് പരത്തും. ഏതെങ്കിലും അവർക്ക് വരാക്കിയുള്ള 2 പേരെ കൊല്ലുകയും ചെയ്യും രാത്രി ഇറങ്ങി എന്നിട്ട് പറയും മാടൻ അടിച്ചാണ് കൊന്നതെന്ന് പറയും. വല്യച്ഛൻ പറയും ഇത് മാടനും മറുതിയൊന്നുമില്ല. അവരുടെ എക്സ്പ്ലനേഷനുമായിട്ട് വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറയും. എന്നോട് പറഞ്ഞു, ഈ മാടനും മറുതിയെന്നും നമ്മൾ പറയുന്നത് തന്നെ ശരീരമില്ലാത്തതാണല്ലോ. അതെ. അതായത് അലഞ്ഞു തിരിഞ്ഞ് അലക്കുന്ന ഇതാണെന്നല്ലേ നമ്മൾ പറയുന്നത്. പ്രേതം, പിശാചം എന്നല്ലേ പറയുന്നത്. വല്യച്ഛൻ പറയുകയാണ്, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രേതം അതിന് ശരീരമില്ല. ഒന്ന് ആലോചിക്കണം, അതെങ്ങനെ അടിക്കും? നമുക്ക് ശരീരവുമുണ്ട്, ആത്മാവുമുണ്ട്, നമ്മളെ എങ്ങനെയാണ് അത് അടിക്കുക? അപ്പോൾ ഞാൻ വലുതാപ്പി ചിന്തിച്ചു നോക്കുക, വളരെ കറക്റ്റാണ്. അതുകൊണ്ടാണല്ലോ എന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൂ, എനിക്ക് പേടിയില്ല. രാത്രിയിൽ എവിടെ വേണേ പോകാം, ഞാൻ എവിടെ വേണേ രാത്രിയിൽ പോകും, എനിക്ക് ഒരു പേടി എനിക്ക് ആരും വേണ്ട തരാം. ഓക്കെ, കാരണം എനിക്കറിയാം ഇത് ഉപദ്രവിച്ചാൽ മനുഷ്യനെ ഉപദ്രവിക്കും. അല്ലാതെ ഈ മാടയും മറുതരൊന്നും അവർക്ക് നമ്മൾ ഉപദ്രവിക്കാൻ ഒക്കത്തില്ല. പ്രേതങ്ങളില്ല, ഇല്ല, മനുഷ്യരാ. നമ്മുടെ മനസ്സിലാണതല്ല, നമ്മളെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുണ്ട്. ഈ പേടിയില്ലാത്തവർ ഒരിക്കലും പ്രേതത്തെ കാണത്തില്ല. അതെ, കാണത്തില്ല. ഞാൻ കണ്ടില്ല ഇതുവരെ പ്രേതത്തെ, കാര്യം എനിക്ക് ആ പേടിയില്ലല്ലോ. അതെ. ഓക്കെ. പിന്നെ അതുപോലെ നല്ല നേരവും കെട്ട നേരവും വലിയ പറഞ്ഞത് എല്ലാവർക്കും ഉണ്ട്. അതില്ലാത്തൊരു ഈ ലോകത്ത് ആരുമില്ല. രാജാവ് മുതൽ താഴ്ന്ന കിടയിലുള്ള പ്രജയ്ക്ക് വരെ നല്ല നേരവും കെട്ട നേരവും ഉണ്ട്. അത് നമ്മൾ രാവും പകലും എന്ന് പറയത്തില്ലേ, രാത്രിയും പകലും ഉണ്ടല്ലോ. ഇത് നമുക്ക് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അതായത് കയറ്റവും ഇറക്കവും, ഓക്കെ, ഇതെല്ലാം ഉണ്ടല്ലോ. അതെ. അപ്പോൾ അത് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് നമ്മളങ്ങ് പോകണം. അപ്പോൾ ഞാനൊരു കാര്യം ഇപ്പോൾ ഓർക്കുന്നു, ഇത് പറഞ്ഞപ്പോൾ ഓർക്കുകയാണ്. എൻ്റെ അച്ഛൻ ശ്രീ കെ കുഞ്ഞിരാമൻ, അദ്ദേഹത്തിന് ഒരു സമയത്ത് 10,000 ഏത്തവാഴ വെച്ചിരുന്നു. അന്ന് 10,000 ഏത്തവാഴ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൃഷിയാണ്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ രാവിലെ കണ്ണും തിരുമ്മിയൊക്കെ എഴുന്നേറ്റ് പോയി നോക്കുക, അതിൻ്റെ അടുത്തോട്ട് നോക്കുമ്പോൾ അച്ഛനിങ്ങനെ ഒരു വടിയൊക്കെ വെച്ച് ഇങ്ങനെ വടിയിലിങ്ങനെ കൈ നിന്നിട്ട് നിന്ന്, അപ്പോൾ കുടുകുടാന്ന് ഇവിടുന്ന് വരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ കരയുന്നത്? അപ്പോൾ പറഞ്ഞു ഇതെല്ലാം. അപ്പോൾ ഈ എല്ലാ വാഴയും ഒരു കൊടുങ്കാറ്റ് വന്ന് ഒടിഞ്ഞു പോയി. അപ്പം മിക്കവാറുള്ളതെല്ലാം കൊലച്ച് നിൽക്കുകയാണ്. അതായത് വാഴ കൊല വന്നു, പക്ഷെ അതൊന്നിനും ഉപയോഗിക്കാനും കൊള്ളത്തില്ല, ആ പ്രായമായിട്ടില്ല. ഞാൻ പറഞ്ഞു. അപ്പോൾ അത് വലിയച്ഛനാണ് എന്നോട് പറയുന്നത്, ഇതിന് മറുപടി പറയുന്നത്, ഇതാണ് കുഞ്ഞെ കഷ്ടകാലം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ അച്ഛൻ്റെ ആന ഉണ്ടായിരുന്നു, അത് മരിച്ചു.
രണ്ട് കാറുണ്ട്, രണ്ടും ഇടിച്ച് ആക്സിഡൻ്റായി. അതെല്ലാം ഒരു ഫ്യൂ ഇയേഴ്സിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തെങ്ങിൻ്റെ മരത്തിൽ നിന്ന് വെള്ളക്കയെല്ലാം താഴെ വീഴുന്നു. പാക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, നമുക്ക് കവുങ്ങെന്ന് പറയത്തില്ല, ഒത്തിരി മരങ്ങൾ തെങ്ങുമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം ചോട്ടിപ്പോയാൽ എല്ലാം ഈ കൊച്ചു ഇത് വന്ന് വീട് കിടക്കാൻ ഒന്നും നമുക്ക് ഫലമെടുക്കാൻ ഒക്കുന്നില്ല, അതുവരെ ഒന്നും ആകുന്നില്ല. അപ്പോൾ ഇതിന് വല്യച്ഛൻ പറഞ്ഞ മറുപടിയാണ്, ഇതാണ് കുഞ്ഞെ കഷ്ടകാലം. അപ്പോൾ ഇത് എനിക്ക് പറ്റിയൊരു വലിയ ഗുണമെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നല്ല കാലം കഷ്ടകാലം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ വൈഫിനോടും മക്കളോട് പറയുമായിരുന്നു, ഈ കഥകളൊക്കെ പറയും, ഇതെല്ലാവർക്കും ഉണ്ട്, ഡോണ്ട് വറി, ദിസ് ടൈം ഓൾസോ വിൽ പാസ്, ഈ സമയം കടന്നു പോകും. അപ്പം നമ്മളിതിൽ വിഷമിക്കുകയാണെങ്കിലാണ് വലിയ, ഇത് അറിയാൻ വയ്യാത്തവർക്കാണ് ഈ വിഷമം വരുന്നത്. അവർക്ക് പെട്ടെന്ന് ചില ആത്മഹത്യ ചെയ്യും, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒളിച്ചോടി പോവുക, അതൊന്നും ആവശ്യമില്ല. നമ്മളതിനെ ഫേസ് ചെയ്യുക, നമ്മുടെ മനസ്സിലത് വേണം. ഇത് കഴിഞ്ഞ് ഒരു നല്ല കാലം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം നമുക്ക് സമാധാനമായിട്ട് ജീവിച്ചു പോകാം. അതുപോലെ കുഞ്ഞുങ്ങളെ 5 വയസ്സ് വരെ അടിക്കരുത്, ശകാരിക്കുകയും ചെയ്യരുത്. 5 വയസ്സ്. അപ്പോൾ 5 വയസ്സിൻ്റെ കാര്യം ഞാൻ ചുമ്മാ ചോദിച്ചിരുന്നു. 5 വയസ്സിൻ്റെ കാര്യം പറയുന്നത് 5 വയസ്സ് വരെ അവർക്ക് ബുദ്ധിയില്ല, ബോധമില്ല, അവരെന്ത് ചെയ്യുന്ന അവർക്കറിയില്ല, നല്ല എനർജിയാണ് അവർക്ക് അറിയത്തില്ല. 5 വയസ്സൊക്കെ കഴിഞ്ഞാൽ, അതുപോലെ ഇതും പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ പിള്ളേർ അടിക്കാൻ പാടില്ല അധികം. കുട്ടികളെ അടിച്ച് വളർത്തിയാൽ അടികൊണ്ട് ആരും നേരെ ആയിട്ടില്ല. അടിച്ചാൽ അവർക്കൊന്നും മനസ്സിലാവത്തുമില്ല. അത് നമ്മൾ ശകാരം എന്ന് അത് വേണം. ചൊല്ലും ചോറും എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ചൊല്ലും ചോറും എന്ന് പറഞ്ഞാൽ ശകാരവും ആഹാരവും കൊടുക്കണം. ഇതൊരു പേരൻസിൻ്റെ കടമയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊരു 5 വയസ്സ് കഴിഞ്ഞ് ചിലപ്പോൾ അവർക്കൊരു ഡിസിപ്ലിനൊക്കെ വേണം. അത് കിട്ടുന്നില്ലെങ്കിൽ അവരെ ശകാരിക്കുക. ആ ശകാരം കൊണ്ട് അവരെ നമ്മൾ മാറ്റിയെടുക്കണം. ചിലരുണ്ട് ബെൽറ്റ് ഊരി അടിക്കുന്നവരുണ്ട്. എന്തിനു പറയുന്നു, തീ കൊള്ളിയില്ലേ, അതെടുത്ത് പിള്ളേരെ വെച്ചാൽ, എനിക്കറിയാം, അങ്ങനെയുള്ളവരെ അറിയാം, എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്, പലരും ഉണ്ട്. ഇതൊക്കെ നമ്മളോട് ചിലർ പറഞ്ഞിട്ടുമുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. കാര്യം കുഞ്ഞിനൊന്നും അറിയില്ലല്ലോ. 5, 6, 7, 8, 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്തറിയാം? അതിനൊന്നും അറിയത്തില്ല. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അത് പല കാര്യങ്ങളും ചെയ്യുന്നതും തീരുമാനിക്കുന്നതും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വല്യച്ഛൻ പഠിപ്പിച്ചത്. അപ്പോൾ ഞാനിതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഭാരതയാത്ര നടത്തി. ഞങ്ങൾ 32 ആൾക്കാരുണ്ടായിരുന്നു ഭാരതയാത്ര. മിക്കവാറും ദിവസവും എല്ലാ ദിവസവും ഞങ്ങൾ മുടങ്ങാതെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പം ഞാൻ ഇരുന്ന് ഇവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്തതിൻ്റെ പോരായ്മകൾ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതിൽ പലരും 4-5 പേരെങ്കിലും തിരിച്ച് വന്നിട്ട് ചിലരെനിക്ക് മെസ്സേജായിട്ട് തന്നു, ചിലരെന്നെ വിളിച്ചു പറഞ്ഞു, സാറേ വളരെ നല്ല കാര്യമാണ്, ഞാൻ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു, ആഹാരത്തിന് ഞാനത് നിർത്തി. വേറൊരാൾ, ഞാൻ കുഞ്ഞിനെ അടിക്കുമായിരുന്നു, സാറേ ഞാനത് നിർത്തി. സാറ് പറഞ്ഞു വളരെ നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനത് ഫോളോ ചെയ്യുകയാണെന്ന് പറഞ്ഞു. സാറിന് വളരെ നന്ദി. ഞാൻ പറഞ്ഞു, അങ്ങേക്കും നന്ദി, നല്ല കാര്യമല്ലേ ചെയ്തത്, എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ താല്പര്യം. ഓക്കെ. അതുപോലെ സ്ത്രീകളെ ബഹുമാനിക്കണം, സ്ത്രീകളെ ആദരിക്കണം. സ്ത്രീ എന്ന് പറയുന്ന ഡെഫിനേഷൻ പോലും വല്യച്ഛൻ പറഞ്ഞു, സ്ത്രീ അമ്മയാണ്. ആ സ്ത്രീ ഇല്ലെങ്കിൽ നമുക്ക് ജന്മമില്ല. നമ്മൾ പോലും ഈ ഭൂമുഖത്തില്ല നമ്മുടെ അമ്മ ഇല്ലെങ്കിൽ, അതായത് സ്ത്രീ ഇല്ലെങ്കിൽ. പക്ഷെങ്കിൽ ഈ അമ്മ പ്രസവിച്ച കുഞ്ഞ് തന്നെ വളർന്നു വന്ന എല്ലുമൊക്കെ ഒരു പുരുഷനാണെങ്കിൽ എല്ലുമൊക്കെ വച്ച് കഴിയുമ്പോൾ അമ്മയ്ക്കും അച്ഛനും എതിരായിട്ട് തിരിയുകയാണ് നമ്മളിന്ന് കാണുന്നത്. ഞാൻ പറയുന്നത് അതൊരിക്കലും ശരിയല്ല. നമ്മൾ ചിലയിടത്ത് കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ പേപ്പറിൽ ഞാൻ വായിച്ചായിരുന്നു, 7 ആൺമക്കളോ മറ്റോ ഉണ്ട്. അവരെല്ലാം കൂടെ അവരുടെ അമ്മയെ, പ്രായമായ 80 വയസ്സുള്ള അമ്മയെ കൊണ്ട് ഒരു കട്ടിലിൽ കിടത്തി റോഡ് സൈഡിൽ കൊണ്ടു തള്ളിക്കളഞ്ഞു. ദൈവമേ, ഇതൊക്കെ എങ്ങനെ? ഒരു പക്ഷേ അവർക്ക് ആ വിവരമൊന്നും ആരും പറഞ്ഞു കൊടുത്ത് കാണത്തില്ല. എല്ലാവരും കഴിവുള്ളവരാണെന്ന് കേൾക്കുന്നത്. അതായത് അമ്മയെ നോക്കാൻ ആര് നോക്കും? നീ നോക്ക് ഞാനെല്ലാം പറഞ്ഞിട്ട് കൊണ്ട് ഇത് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു അറിവ്, ഞാൻ ഈ പറയുന്ന അറിവ് കിട്ടിയാൽ ആരും ചെയ്യത്തില്ല. ഈ അറിവില്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇതാരെങ്കിലും ഈ അറിവ് പറഞ്ഞു കൊടുക്കണം. അവരാരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ചെയ്തവരൊക്കെ ഇല്ലേ, അവരൊക്കെ നല്ലവരായിരിക്കാം. പക്ഷെങ്കിൽ ഈ ഒരു അറിവ്, അതായത് അമ്മയെ ആദരിക്കണം. ഈ അമ്മയായിരുന്നു ഞങ്ങളെ 9-10 മാസം വയറ്റിലിട്ട് കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തി ഇത്ര ആക്കിയത് ഞങ്ങളുടെ അമ്മയും അച്ഛനുമാണ്. അല്ല നാട്ടുകാരൊന്നും അല്ല. അതെ, ഞാൻ പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ്. അതിന് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഇതാണ്. അപ്പോൾ ഇതും പറഞ്ഞു, പ്രായമായാൽ, അദ്ദേഹം ഇതും പറഞ്ഞു, ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞാൽ, 65-70 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പ്രായമാകും. പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരം മനസ്സിൻ്റെ പോലെ ഓടത്തില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളെ അതുപോലെ നോക്കും. നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കിയോ
അതുപോലെ കുഞ്ഞുങ്ങൾ നമ്മളെയും നോക്കണം. അതും പറഞ്ഞു. കാര്യം നമ്മുടെ ഇതിൽ കൺട്രോളിൽ നിൽക്കത്തില്ല കാര്യങ്ങൾ. കാല് വെച്ച് പോകും, സംസാരം ഇടറിപ്പോകും, ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ വേണം നമ്മളെ നോക്കാൻ. അത് വേണമെങ്കിൽ അവരെ നമ്മൾ അതുപോലെ വളർത്തണം. മനസ്സിലായി. ചെറുപ്പം മുതലേ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ശകാരമൊന്നുമില്ലാതെ അവരെ വളർത്തിയെടുക്കണം. പിന്നെ വേറൊന്ന് വളരെ രസകരമായ ഒരു കാര്യമാണ്, മോഷ്ടിക്കരുത്. ഡോണ്ട് സ്റ്റീൽ. ഓക്കെ. വലിച്ചൻ പറഞ്ഞ. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ, എന്തെങ്കിലും അത്യാവശ്യമോ വേറെ മാർഗ്ഗമൊന്നുമില്ല, മോഷ്ടിച്ചേ പറ്റൂ. അതായത് ദർ ഈസ് നോ അതർ വേ, യു ഹാവ് ടു സ്റ്റീൽ. മനുഷ്യൻ, പീപ്പിൾ വിൽ സ്റ്റീൽ. പക്ഷെങ്കിൽ മോഷ്ടിച്ചാൽ ആരും കാണരുത്. ഇഫ് യു സ്റ്റീൽ നോബഡി ഷുഡ് സീ ഇറ്റ്. കണ്ടാലോ, സപ്പോസ് സംബഡി സീ ഇറ്റ്, ഓക്കെ, ഡോണ്ട് റൺ. പിടി കൊടുക്കണം, അവിടെ നിൽക്കണം, ഫേസ് ചെയ്യണം. എനിക്ക് അത്യാവശ്യമായിരുന്നു, അല്ലെ അറിയാതെ ചെയ്തു ഒരു തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, പ്ലീസ് ഫോർ ഗീവ് മീ, ഐ ഹാഡ് നോ അതർ ചോയ്സ്. അപ്പോൾ എന്താണ്, ഇത് നമ്മളെ കണ്ടവർ അറ്റ്ലീസ്റ്റ് അടി വീഴാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കാരണം ഓടിയാലോ അവർ പുറകെ വന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഇനി മറുപടിയാണ്, ഓടിയാലോ പിടികൊടുക്കരുത്. യു റൺ ഇഫ് യു തിങ്ക് ദാറ്റ് യു ക്യാൻ റൺ അവേ വിത്തൗട്ട് യു ബീങ് കോട്ട്. റൺ. യു ആർ ഡൂയിങ് സെൽഫ് ഡിഫെൻസ്, ഫൈൻ. പക്ഷെ അതല്ല, ഓടാൻ പറ്റാത്ത ഒരാളാണ്, ഇവർ കൂടെ വന്ന് പുറകെ നടന്ന് അടിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ പാഠങ്ങളായിട്ട് എനിക്ക് വളർന്നു വന്നപ്പോൾ ഇതൊക്കെ തോന്നി. ഇതെല്ലാം വളരെ കറക്റ്റല്ലേ. മോഷ്ടിക്കരുത് തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്, പക്ഷേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു നല്ല പാഠമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ ഇരിക്കാൻ കഴിയുമെങ്കിൽ കിടക്കരുത്. അതായത് അത് നമ്മുടെ ആരോഗ്യത്തെ പറ്റി ഒരു ശീലം പറഞ്ഞിരിക്കുകയാണ്. നമുക്കിരിക്കാൻ കഴിയുമോ, കിടക്കരുത്. നടക്കാൻ കഴിയുമെങ്കിൽ ഇരിക്കരുത്. മനസ്സിലായോ? ഓടാൻ കഴിയുമെങ്കിൽ നടക്കരുത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എപ്പോഴും നമ്മൾ ആക്റ്റീവായിരിക്കണം. മനുഷ്യൻ എപ്പോഴും ആക്റ്റീവായിരിക്കണം. മനുഷ്യൻ്റെ മനസ്സും ശരീരത്തിനും ആക്ടിവിറ്റി വേണം. എപ്പോഴും എന്ന് പറയുമ്പോൾ 24 മണിക്കൂറൊന്നും അല്ല അതിൻ്റെ അർത്ഥം, മനസ്സിലായി. പക്ഷേ നമുക്ക് കഴിയുന്നതും ഉറക്കം കുറയ്ക്കുക. നമ്മൾ പറയത്തില്ലേ, നമുക്ക് എന്താണ് പറയുന്ന ഫാറ്റിക്, അല്ലെ അതുപോലെ നമ്മൾ പറയത്തില്ലേ മലയാളത്തിൽ എന്തായാലും പറയുക, ഉദാസീനത, ലേസിനെസ്, ഇതൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥം. ആക്റ്റീവായിട്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്ത് പല കാര്യങ്ങളും നേടാനും പറ്റിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ, അല്ലാത്തവർക്ക് അങ്ങ് ജീവിച്ചങ്ങ് പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വലിയച്ഛൻ പഠിപ്പിച്ച മഹാപാഠങ്ങൾ, ഗുണപാഠങ്ങൾ എന്നാണ് പറയുക. ഇതിൽ ഓരോന്നും ഇത് കേൾക്കുന്നവർ ഇത് ഓരോ കാര്യങ്ങളും അത് ഓരോന്നും എടുത്ത് ചിന്തിച്ച് അവരവരുടെ, ഞാൻ പറയും ഫോളോ യുവർ ഹാർട്ട്. ഞാൻ എല്ലാവരോടും പറയും, അങ്ങയുടെ ഹൃദയത്തിനെ ഫോളോ, എൻ്റെ ഹൃദയത്തിനെ എന്നെ ഫോളോ ചെയ്യേണ്ടത്. ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തിനെ ഫോളോ ചെയ്യുക. ആ ഹൃദയം എന്ത് പറയുന്നു അത് തന്നെ എടുത്ത് മുമ്പോട്ട് പോവുക. എല്ലാം ക്ലിയറായി കാണുന്നു. ക്ലിയറാണ്. വളരെ സന്തോഷം. വളരെ നന്ദി. വളരെ സന്തോഷം. ഇത്രയും നേരം നമുക്ക് വേണ്ടി ഇതൊക്കെ ഓർത്ത് ലിസ്റ്റ് ചെയ്ത് ഇപ്പോൾ കറക്റ്റ് വിടാണ്ട് പറഞ്ഞു തന്നതിന് വളരെ നന്ദി ഗുരുജി. സന്തോഷം. ഇത് നമുക്കറിയാം, ഇത് കുറച്ച് നമ്മുടെ സാധാരണ വീഡിയോനെക്കാട്ടിലും കുറച്ച് വളരെ വലിയ വീഡിയോ ആണ്. അതിൻ്റെ കാരണമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ കുറേ അധികം വലിയ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും വളരെ നന്ദി ഗുരുജി. വളരെ സന്തോഷം.